സാറേ, അന്വേഷണം സാറിന്റെ കയ്യിൽ നിന്ന് മാറ്റിന്ന് വെച്ചാ അത് നമുക്ക് വലിയ പ്രശ്നമാവില്ലേ? പ്രശ്നങ്ങൾ വന്നാലേ അനുഭവിച്ചോണം. എന്റെ അടുത്ത് പരാതിയുമായി വരണ്ട. സാറേ, സാറിതെന്താ പറയുന്നേ? സ്പെഷ്യൽ ടീമിന്റെ ചുമതല ആർക്കെന്നറിയോ? വസുന്ധര IPSന്. അവർ ചാർജ് എടുത്തും കഴിഞ്ഞു. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്? ഇതാദ്യം പറഞ്ഞത് ഞാനാ. അല്ല സാറിപ്പോ നീയൊക്കെ കൂടിയാ എനിക്ക് ഈ പണിഷ്മെന്റ് വാങ്ങി തന്നത്. ലീവ് എടുത്തോളം പറഞ്ഞ് എനിക്ക് ഓർഡർ തന്നേക്കുവാ. ഞാനന്ന് നിങ്ങൾ രണ്ടെണ്ണത്തിനോട് പറഞ്ഞ കളിയൊക്കെ അവസാനിപ്പിച്ചോളെ. അനുസരിച്ചില്ല. ഇനി അങ്ങ് അനുഭവിച്ചു. സാറേ, ഇസബൽ എവിടെ? അവളെ നീ ഇനി അന്വേഷിക്കണ്ട. അതെന്താ അവൾ അന്വേഷിക്കേണ്ടാത്തത്? അവൾക്ക് വേണ്ടിയാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചേ. കെവിനെ, നീ പോ. ചെല്ല്. അവൾ എവിടാ? അവളെ വീട്ടിൽ കണ്ടില്ല. വീട്ടിലല്ല, നാട്ടിലും അവളില്ല. എന്നുവെച്ചാ അവളെ മാറ്റി. എങ്ങോട്ട് മാറ്റി? അത് നീ അറിയണ്ട. സേഫായ ഒരിടത്തേക്ക് മാറ്റി. അത് ചിലപ്പോ വിദേശത്തേക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ചില സ്റ്റേറ്റിലായിരിക്കും. ഓ, അത് ശരി. അപ്പൊ സ്വന്തം കുട്ടിയെ അങ്ങ് രക്ഷപ്പെടുത്തിയിട്ട് എന്നെ അങ്ങ് കൊടുക്കാൻ നോക്കൂ അല്ലേ? അതേടാ, അങ്ങനെയാണെന്ന് വെച്ചോ. അതങ്ങനെ ശരിയാവും? ഞാൻ സമ്മതിക്കില്ല. നീ എന്താ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയൂ? നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഒരുമിച്ച് നിന്നിട്ട് ചതിക്കാനാണ് ഭാവമെങ്കിൽ സാറേ, എന്റെ രീതി മാറും. ഒറ്റയ്ക്ക് എന്നെ അങ്ങ് മുക്കിക്കളയെന്ന് കരുതുന്നുണ്ട്. പലരെയും കൊണ്ടേ ഞാൻ പോകും. എന്നാ കാണാടോ നമുക്ക്. ആ, കാണാം. ഹലോ, ഞാൻ അരുന്ധതിയാ. എനിക്ക് മനസ്സിലായി. ഫോണിലെ പേരും നമ്പരും ഒക്കെ തെളിയും. പേരും നമ്പറും മാത്രമല്ല, നിന്റെ കുടിലെ ബുദ്ധിയും വൈകാതെ തെളിയും ദേവിക. മാഡം, ഒരു MLA സംസാരിക്കുന്നതെന്ന് മറക്കണ്ട. നിന്നെ MLA ആക്കിയതിന്റെ പിറകില് ഞാനാണെന്നുള്ളത് നീയും മറക്കണ്ട. നിന്നെ മാത്രല്ല, പലരെയും MLA മന്ത്രി വരെ ആക്കിയിട്ടുണ്ട്. ഒന്ന് അന്വേഷിച്ചു നോക്ക്. അരുന്ധതി പണ്ട് ആരായിരുന്നു എന്ന് മനസ്സിലാവും. പണ്ട് നിങ്ങൾ ആരായിരുന്നാലും ഇപ്പൊ നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ടറിയാം. മുൻപ് തോക്കിന്റെ മുനയിൽ പലരെയും വിറപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. അത് പക്ഷെ ദേവികയോട് നടക്കില്ല.